ജോർജ് മാത്യു സാറുമായിട്ടുള്ള അഭിമുഖത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിനെ ചുഴന്ന് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഈ ഹൈമവതി കുളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അതിലെ എന്താണ് ഒരു സൂപ്പർസ്റ്റിഷ്യസ് എലമെന്റ് അതിന്റെ പിന്നിലുണ്ടോ, അതോ ഇങ്ങനെ ഒരു കെട്ടുകഥയാണോ? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? 1968 ഞങ്ങൾ കാര്യവട്ടത്തേക്ക് വന്നത്. അക്കാലത്ത് ഈ ക്യാമ്പസിലെ വാട്ടർ സപ്ലൈ വളരെ മോശമായിരുന്നു. പലപ്പോഴും വെള്ളം കിട്ടാതെ വരും. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിലുണ്ടായിരുന്ന പെൺകുട്ടികൾ കുളിക്കാനും മറ്റും ഹോസ്റ്റലിൻ്റെ പുറകിൽ കുറച്ച് താഴെ ഉണ്ടായിരുന്ന ഒരു കുളത്തിൽ പോകുമായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഈ വിമൻസ് ഹോസ്റ്റലിൽ കുക്കായിട്ട് ഒരു സ്ത്രീ വരുമായിരുന്നു. അവരുടെ വീട് ഏതാണ്ട് 1-2 കിലോമീറ്റർ തെക്ക് മാറി കോട്ടൂർ കൊല്ല ഒരു നാച്ചുറൽ പോണ്ടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളിങ്ങനെ കുളിക്കാനും മറ്റും രാത്രിയിലും മറ്റും സന്ധ്യ കഴിഞ്ഞും മറ്റും പോകുന്നത് ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ കഥ ഞങ്ങളും കേട്ടു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം അറിയാൻ വേണ്ടി ഞാനൊരു അന്വേഷണം നടത്തി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, ഈ ഹൈമാവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ മുങ്ങി മരിച്ചത് ഈ ഹോസ്റ്റലിൻ്റെ പുറകിലുള്ള ചെറിയ കുളത്തിലല്ല, നേരെ മറിച്ച് ഈ പാചകക്കാരി താമസിച്ചിരുന്ന കോട്ടൂർ കൊല്ല എന്ന ക്യാമ്പസിൻ്റെ വെളിയിലുള്ള ഒരു വലിയ കുളത്തിലാണ്. ഈ പെൺകുട്ടി വെള്ളം എടുക്കാനോ മറ്റോ ചെന്ന് കാല് തെറ്റി വീണ്, അപ്പോൾ അതിനകത്ത് ആ കുളത്തിനകത്ത് ഈ മുള സീസൺ ചെയ്യാനിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കാല് കുരുങ്ങി മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി മരിച്ചതോടെ അച്ഛനും അമ്മയും ആ സ്ഥലം വിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് ഹൈമാവതി യഥാർത്ഥത്തിൽ മരിച്ചത്. അത് ഈ പാചകക്കാരി വെറുതെ അത് ഇങ്ങോട്ടാക്കിയതാണ്. അന്ന് ക്യാമ്പസിനകത്തൂടെ അങ്ങോട്ടൊരു വഴിയുണ്ടായിരുന്നു, വയലിൽ കൂടെ. അന്ന് ക്യാമ്പസിന് മതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് പെട്ടെന്ന് ഈ ക്യാമ്പസിൻ്റെ അതിർത്തി കടന്ന് കുറച്ച് ദൂരം നടന്നാൽ ഈ കോട്ടൂർ കൊല്ല പ്രദേശത്തെത്താമായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മതിൽ കെട്ടി അടച്ച് അവിടെയൊക്കെ വീടുകളൊക്കെ വന്നുപോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാസ്തവം. പിന്നെ ഇത് ഒരു നാടകമൊക്കെ ആയിട്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകാർ ചില ഫങ്ഷനൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഇത് ഒരു കഥയായിട്ട് മാറിയത്. അപ്പോൾ ഒരു പ്രേമ കഥയും തൂങ്ങി മരണവും പിന്നെ കുളത്തിൽ ചാടി മരണവും ഒക്കെ ആയിട്ട് ഒരു കഥയായിട്ട് രൂപം കൊണ്ടു. പിന്നീട് പലരെയും ഈ ഹൈമവതി ഉപദ്രവിക്കുന്നു എന്നോ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നല്ലോ. ഈ ഹൈമവതിയായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഈ ക്യാമ്പസിനകത്തെ ചില വഴികളിൽ ചിലതൊക്കെ കണ്ടുവെന്നും പറഞ്ഞ് ചില റിപ്പോർട്ടുകളുണ്ട്. അത് ഈ ടെക്നോ പാർക്കിൽ ജോലി കഴിഞ്ഞ് പോകുന്നവരും ഒക്കെ വെളുത്ത രൂപം കണ്ടു, അല്ലെങ്കിൽ ഒരു ആളിനെക്കാളും പൊക്കമുള്ള ഒരു രൂപത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈ ടെക്നോ പാർക്ക് ടുഡേ എന്നൊരു ഓൺലൈൻ മാസികയുണ്ട്, അതിലൊക്കെ ആരൊക്കെ എഴുതി. അതൊക്കെ ഈ ഒരു കഥയ്ക്ക് കൂടുതൽ ബലകമായി തീർന്നു. ഈ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് വാസ്തവമാണോ, യഥാർത്ഥത്തിലുള്ളതാണോ? ഈ ആളുകൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ പല വിശദീകരണങ്ങളുണ്ട്. ഈ സാധാരണ ഒരു രൂപത്തിനെ ഒരാൾ കാണുന്നു, അല്ലെങ്കിൽ കുറേ പേര് കാണുന്നു എന്ന് പറയുന്നതൊക്കെ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആകാനാണ് സാധ്യത കൂടുതൽ. അതായത് പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കുളം. ഈ പലരും രാത്രിയിലൊക്കെ സിറ്റിയിൽ പോയിട്ട് വരുമ്പോൾ, ഇത് പണ്ടാണ്, ഇപ്പോഴല്ല, അന്നിവിടെയൊക്കെ ആൾവാസം കുറവായിരുന്നു.
അവർ ദൂരെ നിന്ന് വരുമ്പോൾ ഈ കുളത്തിൽ ഒരുപാട് സൗണ്ടുകൾ കേൾക്കും. ആരോ കുളിക്കുന്നത് പോലെയും തുണി നനയ്ക്കുന്നത് പോലെയൊക്കെ. കുളം വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ, അതായത് കാഴ്ചയിൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത പോലെ പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ്. പിന്നെ വെള്ളത്തിന് അനക്കമൊന്നുമില്ല, അവിടെയെങ്കിലും ഒരു മനുഷ്യരുമില്ല. ഇത് പ്രത്യേകിച്ച് ചില ദിവസങ്ങളിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇത് അടുത്തുള്ളവർ അക്കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ പണ്ട് ഒരുപാട് ആളുകൾ ഈ കുളത്തിൽ കുളിക്കുകയും തുണി നനയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വാട്ടർ സപ്ലൈ ഒക്കെ വന്നപ്പോഴാണ് ഇത് നിന്നത്. അപ്പോൾ ഇത് പണ്ട് നടന്ന സംഭവമായിരിക്കാം. പ്രത്യേകിച്ച് ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകൾ അത് രാവിലെ വന്ന് കുളിക്കും. അപ്പോൾ അതേപോലെ ആ ടൈം ആകുമ്പോൾ ആയിരിക്കാം ഈ ടൈം സ്ലിപ്പ് ഉണ്ടാകുന്നത്. നാട്ടിൻപുറത്തെ യക്ഷി, വശീകരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം പരമാർത്ഥമുണ്ട്, അതൊന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ യക്ഷി എന്ന് പറയുന്ന യക്ഷി ഈ പാലാ പൂത്ത് നിൽക്കുമ്പോൾ ആളുകളെ വശീകരിച്ചുകൊണ്ട് പോകുന്നു, പിന്നെ അവരെ പനയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് പോയി തിന്നും. ഈ പാലയൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ടാകും. കാരണം പാലയുടെയൊക്കെ മണം വളരെ തീക്ഷ്ണമാണ്. അത് കുറേ നേരം ശ്വസിച്ച് കഴിയുമ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമൊക്കെ ചിലപ്പോൾ ആളുകൾ ഹാലൂസിനേറ്റ് ചെയ്തെന്ന് വരാം. ചിലപ്പോൾ ഇത് ഈ സമയത്ത് ആളുകളെ വശീകരിക്കാൻ എളുപ്പമാണെന്നും പറഞ്ഞ് ചിലപ്പോൾ സ്ത്രീകൾ അവിടെ നിന്ന് വശീകരിച്ചുകൊണ്ട് പോയിട്ടും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങൾ വശീകരിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ള ഭാര്യമാരും മറ്റും യാത്ര പോകുന്ന പുരുഷന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നിങ്ങളെ യക്ഷി വശീകരിച്ചുകൊണ്ട് പോയി തിന്നുകളയും എന്നൊക്കെ ഭയപ്പെടുത്തി വിട്ടാൽ, ഈ ഏതെങ്കിലും സ്ത്രീ ഇവരെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് യക്ഷിയാണ് എന്നെ തിന്നുകളയുമെന്ന് വിചാരിച്ച് ഈ പുരുഷന്മാർ ഓടി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായത്. ഹൈമവതിയെക്കുറിച്ചും യക്ഷി സങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന ജോർജ് മാത്യു സാറിന് നന്ദി.